ഇവിടെ വേറെ ഇതേ പൊളിക്കുന്ന അതേ സമയത്ത് വേറൊരു പള്ളിയും തൊട്ടടുത്തുണ്ടായിരുന്നു ഈ ആശുപത്രി കോമ്പൗണ്ടിൽ. പക്ഷെ ആ പള്ളിക്ക് സ്ഥലം അനുവദിച്ചിട്ടും ഗാന്ധി മന്ദിരത്തിന് സ്ഥലം അനുവദിച്ചിട്ടില്ല. തൃശ്ശൂര് കരുണാകരൻ, ശക്തൻ തമ്പുരാൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഗാന്ധിജി, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തർപ്പക്കുളത്തിലെ ആ കല്ലുമണ്ണോ ഞാനാണ് സെറ്റ് ചെയ്തത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈമനത്താണ്. കൈമനത്ത് ഈ മനുഷ്യരുടെയൊക്കെ മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോൾ അത് നിസാരമായിട്ടുള്ള ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു പൂജയോ ഒന്നുമല്ല അവിടെ നടക്കുന്നത്. ഏകദേശം 10 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം, ഒരു ബിൽഡിംഗ് ഉയരാൻ പോകുകയാണ്. അതായത് ഒരുപാട് കഥകളാണ് ഇതിന് പിറകിൽ പറയാനുള്ളത്. സാധാരണഗതിയിൽ ജനങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ പേരൊക്കെ ഓർക്കുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യദിന ദിവസത്തിൽ മാത്രമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഇന്ന് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ അടക്കം ഈ സ്വതന്ത്രമായി ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി ഒരു കാലത്ത് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴി ഈ കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കുറച്ച് സമയമുണ്ടായിരുന്നു. അവിടെ തുടങ്ങിയ ചരിത്രമാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 വർഷത്തെ പോരാട്ടം എന്ന് കൂടെ ഞാൻ പറയുകയുണ്ടായി. ആ ഒരു പോരാട്ടത്തിന്റെ കഥയിലൂടെ തന്നെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. ചേട്ടാ, ഇത് ചേട്ടന്റെ ഒരു 10 വർഷത്തെ സമര പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇത് പ്രധാനമായിട്ട് 2015 റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഗാന്ധി മന്ദിരം ഇവിടുന്ന് ഇതിന്റെ നമ്പരിട്ടാണ് പൊളിച്ചടുക്കി മുടവൂർപ്പാറ പുരാവസ്തു കേന്ദ്രത്തിന്റെ മുടവൂർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഒരു കേടുപാടുമില്ലാതെ പുരാവസ്തു വകുപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേറെ സ്ഥലമോ ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് ഇവിടെ വേറെ ഇതേ പൊളിക്കുന്ന അതേ സമയത്ത് വേറൊരു പള്ളിയും തൊട്ടടുത്തുണ്ടായിരുന്നു ഈ ആശുപത്രി കോമ്പൗണ്ടിൽ. പക്ഷെ ആ പള്ളിക്ക് സ്ഥലം അനുവദിച്ചിട്ടും ഗാന്ധി മന്ദിരത്തിന് സ്ഥലം അനുവദിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം 2015 അവസാനിച്ചു. പുതിയ സർക്കാർ വന്നു. ശരിക്കും പറഞ്ഞിരുന്നാൽ പിന്നെ കളക്ടറേറ്റിൻ്റെ സ്വാധീനം കളക്ടറേറ്റ് പറഞ്ഞിട്ടാണ് നമുക്കൊരു 3 സെന്റ് സ്ഥലം ഇവിടെ അനുവദിച്ച് കിട്ടിയത്. ആ 3 സെന്റ് സ്ഥലം അനുവദിച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ടൈറ്റാനിയത്തിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായിരുന്നു. അവിടുന്ന് റിട്ടയർ 2017 ഈ ഇവിടുത്തെ ഒരു കൈമനം വിവേക് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ്റെ ബാനറിലുള്ള ലെറ്റർ പാഡിൽ നിരന്തരമായ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഈ നമ്മുടെ പുരാവസ്തു വകുപ്പ് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്ര സാറിന് 2018 അതിൻ്റെ എല്ലാ റെക്കോർഡുകളും നമ്മൾ കൊടുത്ത രേഖയും തിരിച്ച് റെസിഡൻസ് അസോസിയേഷൻ തരുന്ന രേഖകളെല്ലാം നമ്മുടെ പക്കലുണ്ട്. അന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇത് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നടപടി സ്വീകരിച്ചില്ല. നിരവധി പ്രാവശ്യം പുരാവസ്തു വകുപ്പ് ഡയറക്ടറെ കാണാൻ കഴിഞ്ഞു. പിന്നെ അതിലെ ഒരു ജോയിന്റ് ഡയറക്ടറായിരുന്ന ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായ രാജേഷ് നമ്മളോട് സഹകരിച്ചു. അദ്ദേഹവുമായിട്ട് ചേർന്ന് ഈ 3 സെന്റ് സ്ഥലം ആദ്യം ആളെന്ന് തിട്ടപ്പെടുത്തി തരണം. ഒരു 50 കൂടുതൽ പ്രാവശ്യമെങ്കിലും തിരുവനന്തപുരത്ത് ഈ സ്ഥലത്തിന് അധീനമുള്ള സ്ഥലസിതാരെ കാണാൻ കഴിയും. ഓരോ പ്രാവശ്യം ഓരോ കാരണം പറഞ്ഞാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ 3 സെന്റ് സ്ഥലം ഇവിടെ വന്ന് സർവേയർ വന്ന് സർവേ ചെയ്ത് കല്ലിട്ട് തന്നു. അത് ഏതാണ്ട് ഒരു 2-3 വർഷത്തിന് മുമ്പെയാണ്. കല്ലിട്ട് തന്നിട്ട് അതിൻ്റെ സ്കെച്ച് കൊടുക്കില്ല. ആ സ്കെച്ച് കൊടുക്കാതെ അതിനു വേണ്ടിയും തഹസിൽദാർ അടുത്ത് നിരവധി പ്രാവശ്യം കയറി ഇറങ്ങിയതിന് ശേഷമാണ് ആ സ്കെച്ച് കിട്ടിയത്. ആ സ്കെച്ച് കിട്ടി ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങളുണ്ടായിരുന്ന ഇവിടെ വലിയൊരു മരം നിന്നിരുന്നു. ഈ മരം മുറിക്കണമെങ്കിൽ വനംവകുപ്പിൻ്റെ സാങ്ഷൻ വേണം. വനംവകുപ്പിൻ്റെ ഇവിടെ വന്നു, വനംവകുപ്പിലെ ആൾ വന്നു, അതിൻ്റെ സാങ്ഷൻ തന്നു. സാങ്ഷൻ തന്നിട്ട് പെട്ടെന്ന് തന്നെയാണ് അത് ലേലം ചെയ്ത നടപടി. ആ ലേലം ചെയ്ത നടപടി തന്നെ വീണ്ടും നീണ്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പാട് വർഷമായിരുന്നു. അത് മുറിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ 1.5-2 ലക്ഷത്തോളം രൂപ അതിന് ചിലവ് വരും. അയാൾക്ക് ലാഭം കിട്ടുകയില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് ആ മരം നീണ്ടുപോയത്. ആ നീണ്ടുപോയതിന് ശേഷവും പിന്നെ ഇവിടെ ഈ റോഡിലൂടെ റെയിലുണ്ടായിരുന്നു. ഈ റെയിൽ മുറിക്കാൻ എങ്ങനെ പറ്റുന്നത്, ആരുടെ വകയാണെന്ന് പറഞ്ഞിട്ട് പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇത് പിന്നെ അങ്ങനെ പറഞ്ഞു സിറ്റി റോഡ്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, ഇത് NH-ന്റെ ഇതാണ്. NH-ൽ സമീപിച്ചാൽ നമുക്കിത് മുറിക്കാൻ കഴിയും. അതും ഏതാണ്ട് ഒരു 6-7 മാസം 6-7 മാസം എടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ JCB കയറാൻ പറ്റിയത്. JCB കയറി ഇതൊക്കെ വൃത്തിയാക്കി മുരളീധരൻ ആളാണ് ഇത് നിർണ്ണയിക്കുന്നത്. അദ്ദേഹവും എൻ്റെ കൂടെ പല പ്രാവശ്യവും താലൂക്ക് ഓഫീസിലും
പല കാര്യങ്ങൾക്കും ഇദ്ദേഹം ഇന്നലെ തന്നെ വന്ന് എന്നെ വിളിക്കുകയും ഇന്ന് തന്നെ ഇത് തുടങ്ങണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇന്നിപ്പം പിന്നെ ഗുരുവായൂർ ഏകാദശിയും കൂടെ നല്ലൊരു ദിവസമാണ്. ആ നല്ലൊരു ദിവസത്തിൽ നമുക്ക് ഇത് ഭാഗ്യമായി കരുതുന്നു. അതുമാത്രമല്ല, ഈ മൊത്തം ഇവിടെയുള്ള നാട്ടുകാരുടെ പിന്തുണ ഇത് പിന്നിലുണ്ടായിരുന്നു. എല്ലാവർക്കും മഹാത്മാഗാന്ധി ലോകം ആദരിക്കുന്ന ഇന്ത്യയുടെ പിതാവായ മഹാത്മാഗാന്ധിയെ പലരും മറന്നു കളഞ്ഞപ്പോൾ ഈ കൈമനം നിവാസികൾ മറന്നു കളഞ്ഞില്ലെന്നുള്ള ചരിത്രമാണ്. അവർ തന്ന ഒരു പ്രചോദനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിറകെ ഇറങ്ങുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഇതിൻ്റെ പിറകെ 2015 ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഈ മന്ദിരം പൊളിക്കാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞത് പൊളിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു റോഡ് വികസനമാണ്, നിങ്ങൾക്ക് സ്ഥലം തരും, ഈ ട്രാൻസ്ഫോർമേഷന് സ്ഥലം തരും, അവിടെ നിങ്ങൾക്ക് പണിയാനുള്ള പിന്നെ രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 18 ലക്ഷത്തോളം രൂപ അനുവദിച്ചു. പക്ഷേ സ്ഥലം അവിടെ കിട്ടിയില്ല. സ്ഥലം ഇവിടെയാണ് കിട്ടി. ഇവിടെ കിട്ടിയാലും നമ്മുടെ ഗാന്ധി മന്ദിരം ഇവിടെ പണിയുന്നതിൽ മൊത്തത്തിൽ ഈ നാട്ടിൻ്റെ ഒരു ഐശ്വര്യവും അതിൻ്റെ ഒരു വികസനവും ഒക്കെ വരും. അതുമാത്രമല്ല, മഹാത്മാഗാന്ധി എല്ലാവർക്കും അനുസ്മരിക്കാൻ ഈ കൈമനം പ്രദേശം ഉൾപ്പെടുന്ന നാട്ടുകാർക്കുള്ള ഒരു സൗകര്യവും ഉണ്ടാകും. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ഉള്ള ആദരവ് കൊണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം ഒരു റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ പല വിപ്ലവ നേതാക്കളുടെയും സ്റ്റാച്യു ഇവിടെ ഉണ്ട്. അവിടെ ഒരു വിപ്ലവം വന്നപ്പോൾ സകല സ്റ്റാലിൻ ഉൾപ്പെടെ സകല JCB ഉപയോഗിച്ച് കാസ്പിയൻ കടലിൽ കൊണ്ടിട്ടപ്പോൾ അവർ ഇളക്കത്ത ഒരു പ്രതിമയുണ്ടായിരുന്നു. അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയായിരുന്നു. അപ്പം അത്രയും സന്തോഷവും വിശ്വാസവും ഒക്കെ ഇന്ന് തൊട്ട് നമുക്ക് ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മഹനീയമായ മുഹൂർത്തത്തിൽ ഇവിടെ ഈ കുറ്റി അടിച്ചതിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷകരമാണ്. ഈ അസോസിയേഷൻ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അവരുടെ പിന്തുണ എനിക്കുണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതെനിക്ക് സഫലമാക്കാൻ സാധിച്ചത്. ഈ 3 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് മലയാളി വാർത്ത വരുമ്പോൾ കണ്ട കാഴ്ച അത് നമുക്ക് പറയാൻ പോലും പറ്റാത്തതാണ്. കാരണം അത്രമാത്രം തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണെങ്കിൽ പോലും പ്ലാസ്റ്റിക് കൊണ്ട് ഇത്തരത്തിൽ ഗാന്ധിജിക്ക് വേണ്ടി ഗാന്ധിജിയുടെ പേരിലുള്ള ഒരു സ്ഥാപനം ഉയരുന്ന സ്ഥലത്താണ് പ്ലാസ്റ്റിക് മൂടിക്കിടന്നിരുന്നത്. ആ ഒരു രീതിയിൽ നിന്ന് ഇപ്പോ ഒരു ഈ സമര പോരാട്ടം തന്നെയാണ്, ആ ഒരു സമര പോരാട്ടത്തിലാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന JCB കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇതെല്ലാം എങ്കിലും ചവറുള്ള ആള് കൊണ്ടിടുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള ബാനർ ഇവിടെ കെട്ടും. ബാനർ കെട്ടുമെന്ന് വെച്ചാൽ ഗാന്ധി മന്ദിരം ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നു, നിങ്ങളാരും ചവറ് കൊണ്ട് ഇടരുത്. അതുമാത്രമല്ല, ഞങ്ങൾ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ കരമന ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, ഞാനും അതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറാണ്. അപ്പം നമ്മൾ റെസിഡൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ ഇവിടെ ചവറുകൾ ആര് കൊണ്ട് ഇടുന്നാലും നിരീക്ഷിക്കണമെന്നും പിടിക്കണമെന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ക്യാമറ ഇവിടെ സ്ഥാപിക്കുകയും ഉടൻ തന്നെ സ്ഥാപിക്കുകയും ഈ വീട്ടിൽ താമസിക്കാം അപ്പുറത്ത് സ്ഥാപിക്കും. ക്യാമറ നിരീക്ഷണത്തിലൂടെ വെച്ച് ഇവിടെ മുഴുവനുമായിട്ട് ചവറ് എന്നേക്ക് നീക്കാൻ പറ്റുമെന്ന് കൊണ്ടിടാതിരിക്കാൻ വേണ്ടി. കാര്യം ഈ നാട്ടുകാരല്ല, കൈമനത്തുള്ളവരല്ല ഈ ചവറ് കൊണ്ടിടുന്നത്. ചവറൊക്കെ വളരെ ദൂരെ നിന്ന് കൊണ്ടിടുന്നവരാണ്. അതൊക്കെ തടയാൻ സാധിക്കും. മനോഹരമായ ഒരു സ്ഥലമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂര് കരുണാകരൻ, ശക്തൻ തമ്പുരാൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഗാന്ധിജി, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തർപ്പക്കുളത്തിലെ ആ കല്ലുമണ്ണോ ഞാനാണ് സെറ്റ് ചെയ്തത്. അതിനകത്ത് സ്ഥപതിയായിരുന്നു. അവിടെ ഉള്ള ഒരുപാട് ആ കൊട്ടാരമെല്ലാം റിനിവേഷൻ ചെയ്ത് ഞാനാണ്. ഇപ്പം JC ദാനിയൻ്റെ പ്രതിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രാതിരി സ്റ്റുഡിയോ വെങ്കലമാണ്. ഇതിപ്പോൾ 2021 ഓർഡറാണ്. പല കടമ്പകൾ, സർക്കാരിൻ്റെ പല കടമ്പകളും കടന്ന് ഓരോ രീതി കഴിഞ്ഞ് ഇതുവരെയായിട്ട് പൂർത്തിയാക്കില്ല. എന്നാലും പണി തുടങ്ങാൻ പോവുകയാണ്. അതിനിടയ്ക്ക് വില വർധനവും പഴയ ടെൻഡറിൻ്റെ പൈസയല്ല, ഇപ്പം എൻ്റെ ഇരട്ടിയായി 5 വർഷം കൊണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരേപോലെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 10 വർഷത്തെ പോരാട്ടമാണെങ്കിലും ഇനി ഇവിടെ ഒരു മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപം ഉയരാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ.